ശരിക്കും പറഞ്ഞപ്പോ പല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ പ്രൊഡക്ഷനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ സിനിമ എങ്ങനെ പ്രൊഡ്യൂസിങ് ഫ്രണ്ട്ലി ആണോ ശരിക്കും ഇപ്പൊ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട്. ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആസ് എ ഫിലിം മേക്കർ, അല്ലെങ്കിൽ രണ്ടുപേരും ഫിലിം മേക്കേഴ്സ് ആണ്, അപ്പൊ എങ്ങനെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ശരിക്കും മലയാള സിനിമയിൽ എങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടോ ശരിക്കും ഇപ്പൊ? ഉണ്ടല്ലോ. സിനിമകൾ ആഴ്ചയിൽ എത്ര സിനിമകൾ ഇറങ്ങുന്നത്. അങ്ങനെ നമുക്ക് അങ്ങനത്തെ നല്ല ഇതായിട്ടുള്ള പല പ്രൊഡക്ഷൻസും ഉണ്ടല്ലോ. നമ്മൾ കൂടുതലും പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആവണം, എന്നാൽ ആർട്ടിസ്റ്റുകൾക്കും എന്താ പറയുക, അവർക്കൊരു എന്താ പറയുക, അയ്യോ എന്താണ് ഇങ്ങനെ നല്ല അങ്ങനെ എന്തൊരു അവർക്കൊരു എന്താ പറയുക ഒരു മോശമായിട്ടുള്ള ഒരു ഇതാണ് തോന്നില്ല മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അവരിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ചിലപ്പോൾ കൃത്യമായിട്ട് വരണമെന്നില്ല, അത് ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ കംഫർട്ട് ആക്കുക, അവർക്ക് എന്താണ് താല്പര്യം അത് അങ്ങനെ ചെയ്യാന്ന് പറയാം. അത് എപ്പോഴും നല്ലതേ ഉള്ളൂ, നല്ലതേ വരുത്താറുള്ളൂ അത് എപ്പോഴും. കാരണം അങ്ങനെ എന്താ പറയാ, നമുക്കൊരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ മൂഡ് ഔട്ട് ആക്കിയിട്ട് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ അത് ചെയ്യുമായിരിക്കും. പക്ഷെ ആ ചെയ്യുന്നതിൽ ഒരു ഈ പറയുന്ന പോലെ ജെന്യൂനിറ്റിയും കാണും, എല്ലാം കാണും. പക്ഷെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എവിടെയോ ഒരു കുറവ് നമുക്ക് ആ കണ്ണുകളിലോ എവിടെയെങ്കിലും നമുക്ക് വ്യക്തമാവും. അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ, ആർട്ടിസ്റ്റുകളെയും എല്ലാവരെയും കംഫർട്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊഡക്ഷനാണ് എപ്പോഴും നല്ല രീതിയിൽ പോയിട്ടുള്ളത്. എനിക്കും അതേപോലെ തന്നെ ചില സിനിമകളിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള നമുക്ക് മനസ്സിലിങ്ങനെ നിൽക്കുന്ന ഫിലിമിലെ ഇതായിരിക്കില്ല, പുറത്താണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരെങ്കിലും വയ്യാതിരിക്കുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ക്ലീനായിട്ട് ചോദിക്കാറുണ്ട് ഡയറക്ടറിന്, പ്രൊഡ്യൂസറിന്, എനിക്ക് ഇതൊന്ന് കുറച്ചൊന്ന് മാറ്റി ചെയ്താൽ ഈ ദിവസം ഇത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ച് മാറ്റി വേറെ സീൻ ചെയ്യാം എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ച് മേടിക്കാറുണ്ട്. കാരണം നമുക്ക് അടുത്ത ഡയറക്ഷൻ പടത്തിനെ കുറിച്ചിട്ട് ഒരു വലിയ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ് പടം കഴിഞ്ഞിട്ട് അതിലോട്ട് മൂവ് ആവാന്നുള്ള കാര്യത്തിലാണ് നടക്കുന്നത്. കാരണം വേറെ പടങ്ങളൊന്നും ഇപ്പം അധികം അങ്ങനെ ഒന്നും സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തത് ഡയറക്ഷൻ എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. എൻ്റെ കാര്യങ്ങൾ വഴിയെ വരും അടുത്ത് തന്നെ. കൂലിയുടെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. കൂലിയുടെ ഇപ്പോൾ കഴിയാറായി, ഇനി ഒരു മാസം കൂടി ഉണ്ട്. ഇപ്പോൾ 6 months ആയി, ഇനി ഒരു മാസം കൂടി കൂലിയുടെ ഒരു മാസം കൂടി ഉണ്ട് ഷൂട്ട്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നൊരു മൂവിയാണ്. കാരണം ഇത്ര വലിയ ഭയങ്കര നമ്മൾ കൊതിക്കുന്ന കുറേ നടന്മാരുടെ കൂടെയും നമ്മൾ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാത്ത കുറേ ആളുകളാണല്ലോ രജനി സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സ്ക്രീൻ ഇതാകും സമയം അവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ. അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട് കൊതിച്ചിരുന്നു നമ്മളെ ഡ്രീം ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഏറ്റവും വലിയ കാരണം അങ്ങനത്തെ ഒരു ആ ഒരു മുഹൂർത്തം ഞാൻ ഒരിക്കലും ജീവിതത്തിലോ സ്വപ്നത്തിലോ ഇന്നേ വരെ വിചാരിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടില്ല. അപ്പം അതുകൊണ്ട് അതെനിക്ക് എപ്പോഴും ബെസ്റ്റായിട്ട് തന്നെ മനസ്സിൽ നിൽക്കുന്നൊരു കണ്ടിട്ടുണ്ട്. രജനി സാറിനൊക്കെ പോയി മീറ്റ് ചെയ്താണല്ലോ ഞങ്ങൾ എല്ലാവരും. മഞ്ഞുമൽ ബോയ്സ് എന്തോ കറക്റ്റ് ടൈമായിരുന്നുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട് വന്നിരിക്കുന്ന അതിലുള്ള എല്ലാവരും. കാരണം രജനി സാർ വരെ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ള അതിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ബട്ട് അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിച്ചിരുന്നത് തന്നെ. അപ്പോൾ അത് തന്നെ തോന്നുന്നു എനിക്ക് അവർ നമ്മളോടും കാണിക്കുന്ന ഒരു സ്നേഹം ഭയങ്കര കൂടുതലായിരുന്നു. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഇത് ചെയ്തുകൊണ്ട് നല്ലൊരു ഭയങ്കര രസമുള്ള ഒരു സ്നേഹമായിരുന്നു അവർക്ക്. അടുത്ത പരിപാടി റോമൻസ് 2 ആണോ? ഇല്ല, റോമൻസ് 2-ലോട്ടൊന്നും കിടക്കുന്നില്ല. ഏകദേശം അതേപോലത്തെ ഒരു ജോണറിൽ ഒരു സബ്ജക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറൊന്ന് പറയാണ്ടെന്നൊക്കെ പറഞ്ഞൊരു കഥയൊക്കെ ഉണ്ടല്ലോ. ഒരു കഥ ഉണ്ട്. അത് ബോഞ്ചേട്ടൻ നേരത്തെ സൗഭിക്കാൻ അടുത്ത പടത്തില് നമ്മളിങ്ങനെ കിട്ടുമ്പോ ലോക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത പടത്തില് എനിക്ക് വേഷം ഉണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു. എന്റെ അടുത്ത് സത്യമായിട്ട് പറഞ്ഞ ഒരു കഥയും കൂടി ഉണ്ട് കേൾക്കണമെന്ന് പറഞ്ഞു.